ഡൊണാൾഡ് ട്രംപ് തുടങ്ങിവെച്ച വ്യാപാര യുദ്ധം ആഗോളതലത്തിൽ അടിയും തിരിച്ചടിയുമായി കലുഷിതമാകുമ്പോഴും നിർവികാരതയോടെ നിൽക്കുകയാണ് മോദി സർക്കാർ. രാജ്യത്തുള്ള വ്യാപാരികളും വാണിജ്യ മേഖലയിൽ നിന്നുള്ള വിദഗ്ധരും ആവശ്യപ്പെട്ടിട്ടും ഇക്കാര്യത്തിൽ കാര്യക്ഷമമായ ഒരിടപെടലും ഇതുവരെ കേന്ദ്ര സർക്കാരിൽ നിന്നുണ്ടായിട്ടില്ല. ട്രംപിന്റെ ഇറക്കുമതി ചുങ്കം ഇന്ത്യയുടെ സമുദ്രോൽപ്പന്ന കയറ്റുമതി മേഖലയെ തകർക്കുമെന്ന് മത്സ്യബന്ധന മേഖലയിലുള്ളവർ തന്നെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. രാജ്യത്തിന് പ്രതിവർഷം 60,000 കോടിയോളം രൂപ നേടിത്തരുന്ന മത്സ്യോൽപ്പന്ന കയറ്റുമതി മേഖല തകർന്നാൽ രാജ്യത്തിന്റെ സാമ്പത്തിക മേഖല വൻ തകർച്ചയെ നേരിടുമെന്ന് അവർ ചൂണ്ടിക്കാണിക്കുന്നു. 34.26% തീരുവയാണ് ഇന്ത്യയിൽ നിന്നുള്ള മത്സ്യോൽപ്പന്ന ഇറക്കുമതിക്ക് ഇപ്പോൾ ട്രംപ് ഭരണകൂടം ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇതിനെതിരെയാണ് മോദി സർക്കാർ ഇപ്പോഴും മൗനം പാലിക്കുന്നത്. ചൈനയ്ക്ക് 20% ഇറക്കുമതി ചുങ്കം ഏർപ്പെടുത്തിയ ട്രംപിന്റെ വെല്ലുവിളിക്ക് തിരിച്ച് 34% തീരുവ ഏർപ്പെടുത്തിക്കൊണ്ട് ചൈന തിരിച്ചടിച്ചു. യൂറോപ്യൻ രാജ്യങ്ങളും കാനഡയും എല്ലാം ട്രംപിന്റെ അഹംഭാവത്തിന് അതേ നാണയത്തിൽ തിരിച്ചടി കൊടുക്കുമ്പോഴാണ് ഇന്ത്യയുടെ ഈ നിസ്സംഗ മനോഭാവം. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുമായുള്ള ഫോൺ ചർച്ചയിൽ പോലും മറുത്തൊരക്ഷരം പറയാൻ ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രിക്ക് കഴിഞ്ഞില്ല. ചർച്ചകളിലൂടെയും അനുനയത്തിലൂടെയും കാര്യങ്ങൾ പരിഹരിക്കാനാണ് കേന്ദ്രം ശ്രമിക്കുന്നതെന്നാണ് സൂചന. എന്നാൽ സഖ്യരാജ്യങ്ങളോട് പോലും ഇക്കാര്യത്തിൽ വിട്ടുവീഴ്ച കാണിക്കാത്ത ട്രംപ് എങ്ങനെ ഇന്ത്യയോട് അനുകൂല മനോഭാവം കാണിക്കുമെന്നാണ് പ്രധാന ചോദ്യം. ട്രംപിന്റെ നിലതെറ്റിയ നയങ്ങൾ വിമർശിക്കുന്നതിന് പകരം ചൈനയെ കുറ്റപ്പെടുത്താനാണ് ഇപ്പോഴും കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നത്. ആഗോള വ്യാപാരത്തിലെ സന്തുലിതാവസ്ഥ തകർത്തത് ചൈനയാണെന്ന വാണിജ്യമന്ത്രി പീയൂഷ് ഗോയലിന്റെ പ്രതികരണം തന്നെ ഇതിന്റെ സൂചനയാണ്. എന്നാൽ ചൈനയാകട്ടെ ഈ വ്യാപാര യുദ്ധത്തിൽ ഇന്ത്യ തങ്ങളോടൊപ്പം നിൽക്കണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നുമുണ്ട്. ഇന്ത്യയിലെ ചൈനീസ് എംബസി വക്താവ് യൂജിങ് തന്നെ ഇക്കാര്യം ആവശ്യപ്പെട്ടു കഴിഞ്ഞു. ലോകത്തിന്റെ ബഹുമുഖ വ്യാപാര സംവിധാനത്തെ സംരക്ഷിക്കാൻ ലോകത്തെ മറ്റെല്ലാ രാജ്യങ്ങളുമായി ചേർന്ന് പ്രവർത്തിക്കുമെന്നാണ് ചൈന സ്വീകരിച്ചിരിക്കുന്ന നിലപാട്. അമേരിക്കയുടെ പ്രതികാര നടപടിക്കെതിരെ അവസാന നിമിഷം വരെ പൊരുതുമെന്ന് ചൈന പ്രഖ്യാപിച്ചതിന് പിന്നാലെ 50% കൂടി തീരുവ ഏർപ്പെടുത്തി 104% അധിക ചുങ്കം ചൈനയ്ക്കെതിരെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് അമേരിക്ക. അതേസമയം അമേരിക്കൻ നടപടിക്കെതിരെ നിലപാട് കടുപ്പിച്ചിരിക്കുകയാണ് യൂറോപ്യൻ യൂണിയൻ. ഇരുമ്പുരുക്കിനും അലൂമിനിയത്തിനും 25% തീരുവ ചുമത്തിയതിന് മറുപടിയായി അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് 25% ഇറക്കുമതി തീരുവ ഏർപ്പെടുത്താനാണ് യൂറോപ്യൻ യൂണിയന്റെ ആലോചന. എന്തായാലും അമേരിക്കൻ കടുംവെട്ടിനെതിരെ അവരുടെ തോളോട് തോൾ നിന്ന രാജ്യങ്ങൾ പോലും വിട്ടുവീഴ്ചയില്ലാതെ മുന്നോട്ട് പോകുമ്പോഴാണ് മോദി സർക്കാർ തിരിച്ചടിക്കാനോ പ്രതികരിക്കാനോ പോലും തയ്യാറാകാതെ കയ്യും കെട്ടി നോക്കി നിൽക്കുന്നത്.